ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം. നമ്മുടെ കൂടെ എന്നുള്ളത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. അദ്ദേഹം മെഡിക്കൽ ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു സ്ത്രീ സമൂഹത്തിൽ കൂടുതലായിട്ട് ഇന്ന് വളരെയധികം കാണുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടോ എന്ന്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് ഡോക്ടറോട് ചോദിക്കാം. ബ്രസ്റ്റ് ക്യാൻസറിലെ ലക്ഷണങ്ങൾ സാധാരണ നമ്മൾ ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ബ്രസ്റ്റിലുണ്ടാകുന്ന ഹാർഡ് ലംബ്, നല്ല ശക്തമായിട്ടുള്ള ലംബുകൾ, വലിയ ലംബുകളായിരിക്കും, ചെറുതായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതൊന്നും ആയിരിക്കില്ല, കുറച്ച് ഹാർഡായിരിക്കും. പിന്നെ നിപ്പിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നിപ്പിള് ഉള്ളിലേക്ക് ഉൾവലിയാം, അതുപോലെ നിപ്പിളിൽ ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ ബ്രസ്റ്റിന് തന്നെ ഷേപ്പിലും കളറിലൊക്കെ ഉള്ള പ്യൂഡി ഓറഞ്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ ബ്രസ്റ്റിൽ വരാം. അതുപോലെ രണ്ട് ബ്രസ്റ്റുകളും നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ബ്രസ്റ്റുകൾക്ക് രണ്ടിലും സൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വരാം. പിന്നെ നീണ്ടു നിൽക്കുന്ന വേദനകൾ, കുറേ മാസങ്ങളോളം ബ്രസ്റ്റിൻ്റെ പെയിന് മാറാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏർലി ലക്ഷണങ്ങളായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നീട് സെൽഫ് എക്സാമിനേഷൻ പറയും. നമ്മൾ സാധാരണ സ്ത്രീകളോട് പറയാറ് ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവർ കൈ ഉയർത്തിക്കൊണ്ട് അവരുടെ മാറിടങ്ങൾ നോക്കാനും അതിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സൈൻസ്, കളർ ചേഞ്ചസോ, നിപ്പിളുണ്ടാകുന്ന ഇൻവേർഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിട്രാക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ചേഞ്ചസ് അല്ലെങ്കിൽ ലിംഫഡിനോപ്പതി, നമ്മുടെ ആക്സിലയിൽ ഉണ്ടാകുന്ന കഴലകളൊക്കെ സെൽഫ് എക്സാമിനേഷൻ അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എപ്പോൾ ചെയ്യണം എന്നുള്ള പിന്നെ ഒരു ചോദ്യമാണ്. ഈ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ മെൻസസിൻ്റെ സമയത്തോ ആ സമയത്ത് ചെയ്യുമ്പോൾ പൊതുവേ ആ സമയത്ത് ഹോർമോണിലൊക്കെ മാറ്റം വരുന്നൊരു സമയമായതുകൊണ്ട് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസ്വാഭാവികമായിട്ട് വല്ല മുഴകളുണ്ടോ എന്ന് തോന്നാം. അത് ശരിക്ക് മെൻസസ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 to 6 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഏറ്റവും ഈ എക്സാമിനേഷന് അഭികാമ്യമായിട്ടുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സാമിനേഷൻ ചെയ്യുക, കൃത്യമായിട്ട് സെൽഫ് എക്സാമിനേഷൻ രോഗികൾ ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം പറയാൻ ചിലപ്പം ഒരു USG എടുക്കേണ്ടി ഒരു സ്കാനിങ് വേണമെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാമോഗ്രാം എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ആളുകളുടെ ഒരു കൺഫ്യൂഷൻ, മാമോഗ്രാം ഭയങ്കര റേഡിയേഷൻ അല്ലേ, പ്രശ്നമല്ലേ എന്നുള്ളത്. അത് അങ്ങനെയല്ല, വളരെ മൈൽഡായിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിൽ 5-6 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൈൽഡ് റേഡിയേഷൻ അത്രത്തോളം മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാമോഗ്രാം റേഡിയേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഈ അസുഖം ഡയഗ്നോസ് ചെയ്യാതിരിക്കും. ചിലപ്പോൾ അത് ഏർലി സ്റ്റേജിൽ ഒരു സർജറി ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഉള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ് കൊണ്ട് എടുക്കുന്ന അവസ്ഥയിലേക്ക് രോഗികൾ പലപ്പോഴും കാണാറുണ്ട് ആളുകൾ. പിന്നെ ഇതൊരു സ്വകാര്യ അസുഖം എന്നുള്ള രീതിയിൽ രോഗികൾ മറച്ചു വെക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പല രോഗികളും ആദ്യം പറയില്ല, പിന്നെ അവസാനമൊക്കെ ആയിരിക്കും വളരെ അഡ്വാൻസ് ചെയ്ത സ്റ്റേജിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് കണ്ടെത്തുക. അതെ, ഒരു കഴലകളൊക്കെ വന്ന് അവസാനം ഉള്ളൊരു അവസ്ഥയിലായിരിക്കും അത് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രോഗികളോട് അഡ്വൈസ് ചെയ്യാനുള്ളത് ആ കറക്റ്റ് സമയത്ത് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അത് ക്യാൻസർ തന്നെയാണോ എന്നുള്ളത്. അത് ചെറിയൊരു മുഴ കാണുമ്പോഴേക്കും അത് ക്യാൻസർ ആണോ എന്ന് വെച്ച് ടെൻഷൻ അടിച്ച് അമിത ആങ്സൈറ്റിയുടെ കാര്യങ്ങളില്ല. ചിലപ്പോൾ ഫൈബ്രോഡിനോമ ആയിരിക്കും, ചില ബിനൈൻ ആയിട്ടുള്ള മുഴകൾ, വളർച്ചയില്ലാത്ത ചില മുഴകളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യലായിട്ടുള്ളത്. ഈ ബ്രസ്റ്റ് ക്യാൻസർ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് ക്ലിനിക്കിൽ വന്ന പലരും ചോദിക്കാറുണ്ട് ഒരു സൗദി ലേഡിയുടെ ഒരു സ്റ്റോറി. എങ്ങനെയാണ് നമുക്ക് ആ കേസ് വന്നത്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു, അതൊക്കെ ഒന്ന് പറയാമോ? അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കേസായിരുന്നു. സൗദി അറേബ്യയിലുള്ള ഒരു 68 വയസ്സുള്ള ഒരു ലേഡിയാണ്. അവർ ഒരു ബ്രസ്റ്റിൽ ഒരു ഏകദേശം 4.8 സെൻറ്റിമീറ്ററിന് മുകളിൽ സൈസുള്ള ഒരു ട്യൂമറായിരുന്നു അവർക്കുള്ളത്. ഒരു മെറ്റാസ്റ്റാറ്റിക് ട്യൂമറായിരുന്നു. ബൈറാഡ്സ് കാറ്റഗറി, നമ്മൾ ട്യൂമറുകളുടെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ബൈറാഡ്സ് കാറ്റഗറി 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ടുള്ള 6 കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ 6ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഒരു ട്യൂമറായിരുന്നു. മോർ ദാൻ 6 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു ഇനീഷ്യലി അവരുടെ ഒരു ട്യൂമറിൻ്റെ സൈസ്. അങ്ങനെ അവർ അവിടെ സൗദി അറേബ്യയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ളൊരു പേഷ്യൻ്റാണ്. അങ്ങനെ ഇവരുടെ ഈ ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കീമോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ് അവിടുത്തെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തില്ല. പിന്നെ അവർക്ക് മാസ്റ്റെക്ടമി, അവർക്ക് ബ്രസ്റ്റ് റിമൂവൽ സർജറി അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ മറ്റു ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഇന്ത്യയിലുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് അവർ ഒരു മലയാളി സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വഴിയാണ് അവർ നമ്മുടെ അടുത്ത് എത്തുന്നത്. അങ്ങനെ അവരുടെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നു. ആദ്യത്തെ ഒരു 3 മാസം എടുത്തൊരു ഡോക്ടറാണല്ലോ അത് എക്സാമിൻ ചെയ്തൊരു അനുഭവം കൂടി ഒന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരമായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയായിരുന്നു ഇവരുടെ ഇത് പാൽപ്പേറ്റ് ചെയ്തപ്പോൾ, ഈ ലംബ് പാൽപ്പേറ്റ് ചെയ്തപ്പോൾ മൂവബിൾ അല്ലാത്ത ഒരു ഹാർഡായിട്ടുള്ള ഒരു സ്വെല്ലിംഗ് ആയിരുന്നു. ഒരു 6 സെൻറ്റിമീറ്ററോളം സൈസുള്ള ഒരു തടിപ്പായിരുന്നു ഇത്.
അതിനോടൊപ്പം തന്നെ കക്ഷത്തിൽ കയലകളും ഉണ്ടായിരുന്നു. ആ കഴലകളും അത്യാവശ്യം സൈസ്ഡ് ആയിരുന്നു ആ സമയത്തല്ലേ. അതെ. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങി. ആദ്യത്തെ ഒരു 3 മാസം മരുന്ന് കൊടുത്തു. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവർ ഇന്ത്യയിൽ തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും അവരെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടറുടെ ഒരു മാറ്റം എങ്ങനെയായിരുന്നു അതിൻ്റെതും കൂടി ഈ പറഞ്ഞോളൂ. 3 മാസത്തെ മെഡിസിൻ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു മാറ്റമാണ് അവിടെ കണ്ടത്. ഈ ഹാർഡായിട്ടുള്ള ഈ ലംബിൻ്റെ സൈസ്, മുഴയുടെ സൈസ് മാർക്കബിൾ ആയിട്ട് കുറഞ്ഞു എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ കയലകൾ പൂർണ്ണമായിട്ടും ഈ ഫസ്റ്റ് 3 മന്ത്സ് കൊണ്ട് തന്നെ അപ്രത്യക്ഷമായി എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവർ പിന്നെ ഒരു 6 മാസം, മൊത്തം ഒരു 9 മാസമാണ് അവർ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വീണ്ടും ഇന്ത്യയിൽ വന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്തപ്പോൾ USG ചെയ്തു, MRI ചെയ്തപ്പോഴൊക്കെ ആ ട്യൂമർ കംപ്ലീറ്റ് റിസോൾവ് ചെയ്തു എന്നുള്ളതാണ് അതിൽ കാണാൻ പറ്റിയത്. അപ്പം ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചിൽ അല്ലെങ്കിൽ സേഫായിട്ട് പേഷ്യൻസ് നൽകാൻ പറ്റുന്ന നല്ലൊരു മെഡിക്കൽ വിഭാഗമാണെന്നുള്ളതിൻ്റെ ഒരു നല്ല തെളിവാണ്. അപ്പോൾ അവരുടെ വേറെ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം നമുക്കതിലുള്ളൊരു പേഷ്യൻസിന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമോർബിഡിറ്റീസ് ഉള്ള അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെൻറ്റുകളൊക്കെ പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഹോമിയോപ്പതി ഒരു ആൾട്ടർനേറ്റീവ് ചോയ്സ് തന്നെയാണ്. നല്ല രീതിയിൽ അത് എഫക്റ്റീവായിട്ടൊരു ക്യൂർ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഇനി ചില കേസിൽ ചിലപ്പോൾ നമുക്ക് സർജറി ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അത് നമ്മൾ ചിലപ്പം സർജറിക്ക് തന്നെ വിടേണ്ടി വരും. ചിലപ്പോൾ റേഡിയേഷൻ നീഡഡ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ കീമോതെറാപ്പി അഡ്വൈസബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ രോഗിയുടെ ഏജ്, കോമോർബിഡിറ്റീസ് ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് എഫക്റ്റീവായിട്ട് പലപ്പോഴും മാറാറുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സൂചന. അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ പറഞ്ഞു. ഇത് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത് നമുക്കതിലേക്ക് അതാണെന്ന് മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള കൃത്യമായിട്ട് ഒരു ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസോട് കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സ്വയം ചികിത്സ അരുത്. അതുപോലെ തന്നെ നമ്മൾ സമയത്ത് ചികിത്സിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ഭയപ്പെടാതെ ആങ്സൈറ്റിയോ, നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ബേജാറായിട്ട് ആകെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ അത് നമ്മൾ പരമാവധി നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ നമുക്ക് ഇതിപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഹോമിയോപ്പതിയിൽ നമുക്ക് നൽകാൻ പറ്റുന്ന രോഗികൾക്ക്, ക്യാൻസർ പേഷ്യൻസ് നൽകാൻ പറ്റുന്നത് സ്ട്രെസ്സുള്ള ആളുകൾക്ക് അവരുടെ ആങ്സൈറ്റി സിംറ്റംസും സ്ട്രെസ് റിലേറ്റഡ് സിംറ്റംസും വളരെ എഫക്റ്റീവായിട്ട് മരുന്നുകൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നീട് പെയിൻ കില്ലേഴ്സ്, അവർക്ക് മോർഫിനോ പോലുള്ള പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ചിട്ട് പോലും പെയിൻ കുറയാത്ത രോഗികൾക്ക് പോലും ഹോമിയോപ്പതി ലളിതമായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് പെയിൻ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നീട് പാലിയേറ്റീവ് ലെവലിൽ നമുക്ക് പലപ്പോഴും ഈ കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട്സുകൾ, റേഡിയേഷൻ്റെ സൈഡ് എഫക്ട്സ്, ഉണങ്ങാത്ത മുറിവുകൾ, റേഡിയേഷൻ്റെ ഉണങ്ങാത്ത മുറിവുകൾ, വായിലൊക്കെ ഉണ്ടാകുന്ന പുണ്ണുകൾ, അതൊക്കെ നമുക്ക് പലപ്പോഴും മെഡിസിനൽ ലെവലിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നീട് അതേപോലെ തന്നെ പലപ്പോഴും സൈഡ് എഫക്ട്സ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അവരുടെ ഫിസിക്കലി മെൻ്റൽ ലെവലിനെ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ഇമ്മ്യൂണിറ്റി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാനും ഹോമിയോപ്പതി ഔഷധങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ട് നൽകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. ഇനി ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.